നമ്മുടെ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ എസ് കെ ചെറിയാൻ will give you a couple of words. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, നിങ്ങളോട് സംസാരിക്കുന്നതിന് ഇവിടെ 6 മണിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ ബഹുമാനപ്പെട്ട ശശിധരൻ നായർ, നമ്മുടെ ഫോമയുടെ ഫൗണ്ടിങ് ഫാദർ, എന്നോട് പറഞ്ഞപ്പോൾ ഞാനിതിനെപ്പറ്റിയൊരു റിസർച്ച് നടത്തി ബേബി നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിന് ഹ്യൂസ്റ്റൺ ചാപ്റ്ററിൻ്റെ പ്രസിഡൻറ്റിനെ വിളിച്ചു. അതുകൊണ്ടാണ് ഞാൻ ശലം താമസിച്ചത്. ഇതിനോടകം നമ്മുടെ ഹ്യൂസ്റ്റൺ സ്റ്റാഫോർഡിൽ തന്നെ വേറൊരു മീറ്റിംഗ് ഫൊക്കാനയുടെ പേരിൽ നടക്കുന്നുണ്ട്. അതും ഒരു സുഹൃത്ത് സമ്മേളനമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ നടക്കുന്നത്, ഫൊക്കാനയുടെ സുഹൃത്ത് സമ്മേളനം. ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാനുള്ള കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ സ്വഭാവം അങ്ങനെയാണ് ഉള്ളത്. ഞാൻ പോകുന്ന ഇതൊന്നും ഹൈഡിങ്ങും സീക്കിങ്ങും ഒന്നുമില്ല. ഐ ജസ്റ്റ് വാസ് ദെയർ. ഐ സെഡ് അവിടെ 150-200 താഴെ ആൾക്കാരവിടെയുണ്ട്. പക്ഷേ ഞാൻ അവിടെയും ഇപ്പോഴും ഞാൻ ഫോമയുടെ ഒരു സപ്പോർട്ടറാണ്. ഞാൻ അവിടെ ചെന്ന് ആ കാര്യം പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കുക, ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടേ പോരുള്ളൂ. പക്ഷേ ഫോമയെ സംബന്ധിച്ച് എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ ഹ്യൂസ്റ്റണിൽ വെച്ച് ജനിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ ഹ്യൂസ്റ്റോണിയൻസ് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ എവിടെയായാലും സംസാരിക്കും. ആ ഒരു കാര്യം നമ്മൾക്ക് ഹ്യൂസ്റ്റണിൽ ഇവിടെ ആൾക്കാർ കുറവാണെങ്കിലും ആൾക്കാർ നമ്പർ മാത്രമല്ലല്ലോ, നമ്മൾക്ക് പ്രവർത്തിക്കാനുള്ള മനസ്ഥിതിയാണ് ഇതിൽ കൂടുതൽ. കുറേ പേര് വന്നിട്ട് ഇങ്ങനെ അങ്ങ് പോയെന്നും വെച്ച് പ്രയോജനമൊന്നുമില്ല. നമ്പറിൽ നിന്ന് മാത്രം എല്ലാ കാര്യങ്ങളും നടക്കുകയില്ല. അതുകൊണ്ട് ഫൊക്കാന ഇത്രയും കൊല്ലമെടുത്ത് ഹൂസ്റ്റണിൽ വരാനെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ പ്രസിഡന്റ് തന്നെ അങ്ങനെയാണ് പ്രസംഗം തുടങ്ങിയത്. ഡി കെ പിള്ള പറഞ്ഞു, നമുക്ക് ഇത്രയും കൊല്ലം എടുത്തു കഴിഞ്ഞാണ് ഫൊക്കാന ഇവിടെ വരുന്നത്, 3ാമത്തെ സിറ്റിയാണെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ 3ാമത്തെ സിറ്റിയിൽ ഇത് വരാൻ ഇത്രയും കൊല്ലങ്ങൾ എന്താണ് എടുത്തത്? അതുകൊണ്ട് ഇപ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാനുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ നേർന്നുകൊള്ളുന്നു എന്ന് ഞാൻ പറഞ്ഞാണ്. ബട്ട് ഐ ഓൾവേസ് 2000 ഞാൻ പ്രസിഡൻ്റായിട്ട് മലയാളി അസോസിയേഷനിൽ ഇരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഫൊക്കാന ഹ്യൂസ്റ്റണിൽ വേണമെന്നും പറഞ്ഞ് സാൻ ഹൊസയിൽ പോയി സംസാരിച്ചത്. അന്ന് ഹ്യൂസ്റ്റണിൽ ഫൊക്കാന വന്നിട്ടില്ല. ബാക്കി എല്ലാ സിറ്റികളിലും പോയി. അതിൻ്റെ തലത്തൊട്ടപ്പനെന്ന് ക്ലെയിം ചെയ്യുന്ന അനിരുദ്ധൻ ചിക്കാഗോയിൽ അത് 2ാമത്തെ പ്രാവശ്യം കൊണ്ടുപോയി. അന്നാണ് അത് നശിക്കാൻ തുടങ്ങിയത്. അന്ന് അവിടെ നഷ്ടത്തിലായിരുന്നു. ഞാനതും പോയി അറ്റൻഡ് ചെയ്തതാണ്. അങ്ങനെ ഹ്യൂസ്റ്റണ് നിഷേധിക്കപ്പെട്ട ഒരു കാര്യം പിന്നെ ഇവിടെ പിടിച്ചു പറ്റി കൊണ്ടുവരുന്ന എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. പക്ഷെ അവിടെ ഒരു പ്രഭാഷണം നടത്തി ഒരാൾ പറഞ്ഞത് എന്നാണെന്നറിയാമോ, പഴയ ആൾക്കാരൊക്കെ ട്രൈ ചെയ്തിട്ട് കിട്ടാത്തത് കുറേ ചെറുപ്പക്കാരെല്ലാവരും കൂടെ പോയി ഞാൻ കിട്ടിയേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്നാണ് പറഞ്ഞത്. എനിവേ, ഞാൻ പറയുന്നത് ഐ സ്റ്റിൽ എ സപ്പോർട്ടർ ഓഫ് ഫോമ ബിക്കോസ് ഇറ്റ് ഫോംഡ് ഹിയർ ഇൻ ഹ്യൂസ്റ്റൺ. വേറെ എല്ലാ സിറ്റികളെക്കാട്ടിലും ഫോമയോട് ഒരു ലോയൽറ്റി ഹ്യൂസ്റ്റോണിയൻസിന് ഉണ്ടായിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ്. അത് ഞാൻ ഏത് സ്റ്റേജിലാണെങ്കിലും പറയാനും തയ്യാറാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കൺവെൻഷന് വേണ്ടിയാണ് അത് ഉണ്ടായത് തന്നെ. അതർവൈസ് ദെയർ വുഡ് നോട്ട് ഹാവ് ബീൻ എനി ഫോം. പക്ഷേ ഇപ്പോൾ ഞാൻ അവലോകനം ചെയ്യുന്നതനുസരിച്ച് ഹ്യൂസ്റ്റണിൽ അതിൻ്റെ സപ്പോർട്ട് കുറയുന്നു എന്നെനിക്കൊരു സംശയമില്ലാതില്ല. പക്ഷേ അന്ന് ഇതിൻ്റെ കൂടെ നിന്നവരെല്ലാവരും ഇപ്പോഴും എനിക്ക് ആ മുഖങ്ങളൊക്കെ കാണാം. അവർ തൻ്റെ ഇടത്തോടുകൂടി സംസാരിക്കുകയും ചെയ്യും, എവിടെ ആയാലും പറയുകയും ചെയ്യും. അതുകൊണ്ട് ഞാനൊരു ഫോമ സപ്പോർട്ടറാണ്. അത് ഓപ്പണായിട്ട് പറയാനും ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നൊക്കെ ഉള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കതിൽ യാതൊരു, എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞാൽ അവിടെ പോകരുതെന്നായിരുന്നു. യു ഷുഡ് നോട്ട് ഗോ ദെയർ. എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇന്ന് ഫൊക്കാനയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ജി കെ പിള്ള 15 കൊല്ലങ്ങൾക്ക് ശേഷമാണ് എന്നെ വിളിച്ചത്. 15 കൊല്ലം ജി കെ പിള്ള ഇവിടെ വന്നപ്പോൾ തുടങ്ങി 12 കോളേജിലാണ് പുള്ളി പഠിച്ച്. ഞാൻ കുളവാടക്കാരനാണ്. സോ ഐ ഗോട്ട് ആൻ അഫിലിയേഷൻ ടു ദാറ്റ് പ്ലേസ്.
ഷാജി, ഐ എം എ ക്ലോസ് ഫ്രണ്ട് ഓഫ് ഹിം. പറയുന്നതിൽ എനിക്ക് യാതൊരു ഇതുമില്ല. അങ്ങനെ അവരെല്ലാം വിളിച്ച് ഞാൻ പറഞ്ഞു ഞാൻ അവിടെ വരും, എന്തോ 1-2 മിനിറ്റ് ഞാൻ പറയാം, അത് കഴിഞ്ഞ് എനിക്ക് 7 മണിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നത്. സോ ഇപ്പോഴും ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. ബട്ട് സ്റ്റിൽ ഐ ആം എ ക്ലോസ് ആൻഡ് firm supporter of FOMA, and I always say that, and I will support FOMA in spite of all what happens, because I don't agree with their belief. എന്നോട് അവർ പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ തിരുത്തി ഞങ്ങളിവിടെ ചെയ്യും. ഞാൻ പറഞ്ഞ ഐ ആം ഗോയിങ് ടു വാച്ച് ഇറ്റ്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. പലർക്കും മിസ്റ്റേക്ക് ഉണ്ടാകാൻ കറക്റ്റ് ചെയ്യാം. But I want to see whether it is corrected or what they are doing it. But still I will be a part of FOMA all the time. Thank you for listening me. പിന്നെ ഇടയ്ക്ക് 1-2 ഇംഗ്ലീഷ് വന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ നിർത്തുന്നു. നന്ദി. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പിള്ളേരെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുമെന്ന്. എൻ്റെ മോൻ എന്നെ ഇപ്പം ഡിട്രോയിറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡാഡി അവർ ഇന്ത്യൻ ടീം വോൺ. ഞാനത് വാച്ച് ചെയ്തില്ല. ഐ എം വെരി പ്രൗഡ് ടു ഹിയർ ദാറ്റ് മൈ സൺ വാസ് വാച്ചിങ്. ഈസ് ദ യങ്ങർ ജനറേഷൻ, because still people are having friendship. Being an Indian or a Malayali, he is having that in his blood. He called me and told, Daddy, Indian team won. I was watching all that game. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഇന്ത്യൻ ടീം ജയിച്ചു എന്ന് എൻ്റെ ആ ന്യൂസ് എൻ്റെ മോനിൽ നിന്ന് കേട്ട് അന്നേരം തൊട്ട് സന്തോഷത്തിൽ നിന്നാണ് ഐ congratulate Indian team. I am always a proud Indian, even if I am an American by opting that. By birth I am an Indian, so I always support that team and I congratulate them for their achievement. Thank you.